ഞങ്ങളിന്ന് ഒരാളെ കാണാൻ പോവാം. കുറച്ച് പേർക്കെങ്കിലും ആ ആളെ അറിയായിരിക്കും. അങ്ങനൊരു നല്ല മനുഷ്യനാട്ടോ. ഇനി സസ്പെൻസ് ഒന്നുമില്ല, പറഞ്ഞേക്കാം. നമ്മുടെ സ്വന്തം അന്തോണീസ് പുണ്യാളൻ. ഞാനൊരു ബിഗ് ഫാനാണ്. നമ്മൾ ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ശരിക്കും തോമാച്ചൻ്റെ ആളാണ്. നമ്മുടെ തോമസ് ലീഹയുടെ കണ്ടാലേ വിശ്വസിക്കും, അനുഭവിച്ചാലേ വിശ്വസിക്കും. അങ്ങനെ ഒരാളാണ് നമ്മുടെ പുണ്യാളൻ. എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നാഗമ്പടത്തെ അന്തോണീസ് പുണ്യാളനെ. ഞാനിവിടെ കോട്ടയത്തായതുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ പോകുമായിരുന്നു. പിന്നെ ഈ ചൊവ്വാഴ്ച എന്താ പുണ്യാളനെ കാണുക എന്ന് വെച്ചാൽ, 9 ചൊവ്വാഴ്ചകളിൽ ഇവിടെ വന്ന് നൊവേന ചൊല്ലി മെഴുകുതിരിയും പിടിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്ത് കാര്യത്തിലാണോ ഒരുപാട് വിഷമിക്കുന്നത് അത് മാറിക്കിട്ടും എന്നാണ് പറയുന്നതല്ല, ഇപ്പം അതിൻ്റെ വിശ്വാസമാണ്. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പുണ്യാളനോട് ആവശ്യപ്പെട്ടു. ഇടവും വലവും നോക്കാതെ. എന്ത് പെട്ടെന്ന് എനിക്കത് സാധിച്ചു കിട്ടിയെന്നറിയോ? നമ്മൾ പറയും നമ്മുടെ ആവശ്യങ്ങളൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കരുത്, ദൈവം നമുക്ക് അറിഞ്ഞെല്ലാം തരണം, ദൈവത്തെ വിളിക്കണം, ആവശ്യം എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊന്നും പറയരുത്. ശരിക്കും അങ്ങനൊന്നും അല്ലടോ. നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ പറയണം. അപ്പോൾ ആ വേണ്ടത് നല്ലതാണെങ്കിൽ നമുക്ക് സാധിച്ചു കിട്ടും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ആവശ്യം നമ്മുടെ കർത്താവിനോടും പുണ്യാളന്മാരോടും അല്ലാതെ നമ്മളാരോടാ പറയാം? എന്തായാലും ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യം പുണ്യാളനിലൂടെ ഈശോ എനിക്ക് തന്നു. പക്ഷേ എനിക്ക് മാത്രം ഈ അനുഗ്രഹം കിട്ടിയാൽ മതിയോ? നമ്മുടെ പയ്യനും കൂടെ കിട്ടണ്ടേ? പ്രവാസിയായി നമ്മുടെ പയ്യൻ വന്ന ഉടനെ തന്നെ കയ്യോടെ ഞാൻ കൊണ്ടുപോയി പുണ്യാളൻ്റെ മുന്നേ നിർത്തിക്കൊടുത്തു. എന്താ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എല്ലാം സാധിച്ചു കിട്ടട്ടെ. ഒരുപാട് പേർക്കറിയാം അന്തോണീസ് പുണ്യാളൻ ഈശോയുടെ വലിയൊരു സഹായിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പുണ്യാളനെ ഒന്ന് വന്ന് കണ്ടു നോക്ക്, വിഷമങ്ങളെല്ലാം മാറൂടോ.